إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ മറ്റ് ഏതൊരു മതവിശ്വാസികൾക്കുമില്ലാത്ത ഒരു വലിയ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ജുമുഅ അല്ലെങ്കിൽ ഖുത്ബ എന്നൊക്കെ പറയുന്നത്. ലിയത്ലുവൽ ഖുർആന വയുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ജീവിതവുമൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മനുഷ്യൻ്റെ ഈമാനിനെ, തഖ്വയെ, മനുഷ്യൻ്റെ വീണ്ടുവിചാരത്തെ ചിന്തിപ്പിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ്. അതുകൊണ്ട് കുറഞ്ഞ ആളുകളിലെങ്കിലും ചെറിയ ക്ഷീണം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി സഹോദരങ്ങളെ, വളരെ കുറഞ്ഞ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ഇത് അവസാനിക്കും. ആ സമയം വരെ സാബൂതം എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ എൻ്റെ ഖുതുബ ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള ഒരു അമലിനെ കുറിച്ചാണ്. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും തങ്ങളുടെ മുഴുവൻ അമലുകളും ബാത്തിലാകാൻ കാരണമാകാൻ സാധ്യതയുള്ളതുമായ ഒരു അമലിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു.
അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഒരു മനുഷ്യനെയും സഹായിക്കാത്ത, ഒരു തണലുമില്ലാത്ത 7 ആളുകൾക്ക് മാത്രമാണ് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്നത്. ആ 7 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറയുമ്പോൾ അവിടെ പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു ബിയമീനിഹി. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മങ്ങൾ ചെയ്ത വ്യക്തി എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അത്രമേൽ പ്രാധാന്യമുള്ള, പ്രതിഫലമുള്ള, നോക്കണം നിങ്ങൾ, സൂര്യൻ ഒരു ചാൻമുകളിൽ എന്ന് പറയുമാർ മനുഷ്യർ ഇരുപൊരുകൊള്ളുന്ന വെയിലത്ത് അവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പുകളിൽ മുങ്ങിക്കുളിച്ച് ഒരു നിമിഷത്തെ രക്ഷയ്ക്ക് വേണ്ടി കെഞ്ചി നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്ന മനുഷ്യർ, അതിനേക്കാൾ വലിയ ഒരു അംഗീകാരം ഒരു മനുഷ്യന് എവിടെ വെച്ച് ലഭിക്കാനാണ് സുഹൃത്തുക്കളെ? എന്നാൽ കേൾക്കണം നമ്മൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു അമലിനെ കണ്ടിരുന്നത് എന്ന് വിശാലമായി പറയാൻ സമയമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കേൾക്കുമ്പോൾ അറിയാതെ എഴുതി പോകുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ചരിത്രങ്ങളിലൂടെ ഈ ഖുതുബയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. മിർസദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമായിരുന്നില്ല. വകാന മഅഹു ശൈഉൻ യതസദ്ദഖു ബിഹി. തൻ്റെ കയ്യിൽ സ്വതക്ക നൽകാൻ വല്ലതും കയ്യിൽ ശേഖരിച്ചു കൊണ്ടല്ലാതെ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും പള്ളിയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് വീട്ടിൽ നിന്നൊരു ചെറിയ ഉള്ളിയുമെടുത്ത് പള്ളിയിലേക്ക് വന്നു. ആ സമയത്ത് യസീദ് ഇബ്നു അബി ഹബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, അബൽ ഖൈർ മാ തുരീദു ഇലാ ഹാദാ യുൻതനു അലൈക തൗബുക്? ഖാല യ ഇബ്ന ഉഖൈ ഇന്നഹു വല്ലാഹി മാ കാന ഫീ മൻസിലി ശൈഉൻ അതസദ്ദഖു ബിഹി ഗൈറഹു ഇന്നഹു ഹദ്ദഥനി റജുലുൻ മിൻ അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ളിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി സദഖതുഹു. അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ കൊണ്ടുവന്ന ഈ ഉള്ളി, ഇത് നീ എന്തൊരു ഉദ്ദേശത്തിനാണ് നിന്റെ കയ്യിലെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ദാനം നൽകാനായി ഞാൻ തെരഞ്ഞപ്പോൾ ഈ ഉള്ളിയല്ലാതെ മറ്റൊന്നും എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളിയുമായി പള്ളിയിലേക്ക് വന്നത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ളിൽ മുഅ്മിനി യൗമൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസിയുടെ തണല് എന്ന് പറയുന്നത് സദഖതുഹു, അവൻ നൽകുന്ന ദാനധർമ്മങ്ങളാണ് എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സഹോദരങ്ങളെ, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അബ്ദുറഹ്മാൻ സഅതി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, والمعنى أن الرجل إذا لم يجد ما يتصدق به إلا الشيء الحقير فليتصدق به. ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ മറ്റൊന്നും അയാളുടെ കയ്യിലില്ല സ്വതക്കയായി നൽകാൻ. അപ്രകാരം ഒരാൾക്ക് അവസ്ഥ വന്നാൽ ഫല്യതസദ്ദഖ് ബിഹി, അവന് കിട്ടുന്നത് കൊണ്ട് അവൻ സ്വതക്ക നൽകട്ടെ. ഫഇന്നഹു യകൂനു കബീറൻ ഇൻദല്ലാഹ്, കാരണം അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വരമുള്ള വലുപ്പമുള്ള ഒന്നായി മാറും എന്നാണ്. വയൻഫഉഹു അല്ലാഹു ബിഹി യൗമൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ അതിനെ കൊണ്ട് അല്ലാഹു അവന് ഉപകാരം നൽകുകയും ചെയ്യും. വയകൂനു ഫൗഖ റഅസിഹി,
അതവന്റെ തലയുടെ മുകളിൽ വരും. കദ്ദില്ലതി ഫിൽ മൗഖിഫ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മഹ്ശറിൽ അവന് തണലായി അത് വരും. ഇലാ അൻ യഖ്ദിയല്ലാഹു ബൈനൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകൾക്കിടയിൽ നീതി നടപ്പിലാക്കുന്നത് വരെ. വൽ ഇബ്റ, ഇതിൽ നിന്നുള്ള ഗുണപാഠം സുഹൃത്തുക്കളെ, അൽ ഇഖ്ലാസു ഫിൽ അമൽ ലാ ബിൽ കസറതി വൽ ഖില്ല, താൻ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള തൻ്റെ ഇഖ്ലാസാണ്, തൻ്റെ ആത്മാർത്ഥതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാഹ വയുഅ്തുസ് സകാഹ വദാലിക ദീനുൽ ഖയ്യിമ. അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ചെയ്യുന്നതല്ല വേണ്ടത്, നിങ്ങൾ കുറച്ചായി ചെയ്യുന്നതല്ല വേണ്ടത്, കുറച്ചാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുന്ന അമലുകളാണ് അദ്വമുഹ വ ഇൻ ഖല്ല, നിലനിർത്തുന്നതുമാണ് അള്ളാഹുവിന് വേണ്ടത് എന്നാണ്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് മഹാനായ അബൂ നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹുലിയത്തുൽ ഔലിയാ വ തബഖാത്തുൽ അസ്ഫിയാ എന്ന ഗ്രന്ഥത്തിൽ നാഫിഅ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അന്നഹു കാന ലാ യുഅ്ജിബുഹു ഷൈഉൻ മിൻ മാലിഹി ഇല്ലാ അഖ്റജ മിൻഹു ലില്ലാഹി അസ്സ വജൽ. തൻ്റെ കയ്യിലുള്ള ഒരു സമ്പത്തും അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുമായിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത്ഭുതപ്പെടുത്തുമായിരുന്നില്ല. ഏതുവരെ? ഇല്ലാ അഖ്റജ മിൻഹു ഷൈഉൻ ലില്ലാഹി അസ്സ വജൽ, അതിൽ നിന്ന് വല്ലതും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് വരെ. എന്നിട്ട് പറയാണ്, അദ്ദേഹം ഒരൊറ്റ മജ്ലിസിൽ വറുബ്ബമാ തസദ്ദഖ ഫിൽ മജ്ലിസിൽ വാഹിദി ബി30 അൽഫ, 30,000 ദീനാർ വരെ ഒരൊറ്റ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്വതക്ക നൽകുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ദാനമായി നൽകാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതസദ്ദഖു കറജുലിൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യത്തെ ഭയപ്പെടാത്തൊരു മനുഷ്യൻ ദാനം നൽകുന്നത് പോലെ. കേൾക്കണം സുഹൃത്തുക്കളെ, മഹാനായ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹു അൻഹു 1000 ദീനാർ ആയിഷ ബീവിക്ക് കൊടുത്തയച്ചു വീട്ടിലേക്ക്. അത് കിട്ടിയ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ ചെയ്തറിയോ? അവർ അത് മുഴുവനായി ദാനം ചെയ്തു. എപ്പോൾ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. فوالله ما غابت الشمس عن ذلك اليوم حتى فرقتها, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അത് മുഴുവനായി ദാനമായി നൽകി. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, അവരുടെ ഭൃത്യനായ മനുഷ്യൻ ചോദിച്ചു, ലൗ ഇശ്തറൈതി ലനാ മിൻ ഹാദ ദറാഹിം ബിദിർഹമിൻ ലഹ്മ, ഞങ്ങൾക്ക് ഈ സമ്പത്തിൽ നിന്നും ഒരു ദിർഹം കൊണ്ട് അല്പം മാംസം വാങ്ങി ഞങ്ങൾക്ക് നൽകാമായിരുന്നില്ലേ എന്ന്. അസ്ഫഖാലത്ത്, അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ലൗ ഖുൽത ഖബ്ല അൻ അഫ്റുഖഹാ ലഫഅൽതു, ഞാനത് ചെലവഴിക്കുന്നതിന് മുമ്പ് അങ്ങ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്രകാരം നിനക്ക് ചെയ്തു തരുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ്. മാ നഖസത് സദഖത്തും മിൻ മാലിൻ ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിത്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംദൈത. സുഹൃത്തുക്കളെ, ലൈസ മിൻ മാലിക, നിന്റെ ധനത്തിൽ നിന്ന് നീ ധരിച്ചതും നീ ഭക്ഷിച്ചതും നീ ദാനമായി നൽകിയതുമല്ലാതെ നിനക്കൊന്നും തന്നെ ഇല്ല എന്നാണ്. നമ്മൾ കെട്ടിപ്പടുത്ത സൗധങ്ങളോ നാം സഞ്ചരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള വാഹനങ്ങളോ ഒന്നും നമുക്ക് നാളെ ബാക്കിയാവുകയില്ല, നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയതല്ലാതെ. അതുകൊണ്ടാണ് ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ അമലുകളും നടക്കും. സുഹൃത്തുക്കളെ, 3 കാര്യങ്ങൾ ഒഴികെ അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തുൻ ജാരിയ, ചലിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും അയാളുടെ കാലശേഷവും
അതിൽ നിന്ന് ഉപകാരം എടുത്തുകൊണ്ടിരിക്കുന്ന സദഖകൾ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സൈനബ് ബിൻത് ഖുസൈമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. അവരുടെ പേര് വിളിപ്പേര് തന്നെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്, മിസ്കീനുമാരുടെ മാതാവ് എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ഭാര്യമാരൊക്കെ അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അസ്റഉകുന്ന ലിഹാഖൻ ബി അത്വലുകുന്ന യദ, നിങ്ങളിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് എന്നിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളിൽ നിന്ന് യഥേഷ്ടമായി ചെലവഴിക്കുന്നവളായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ തന്നെ മരണപ്പെട്ടു. പറയുന്നു ഫകാനത് അത്വലുനാ യദൻ സൈനബ്, കാരണം ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് സൈനബായിരുന്നു. ലിഅന്നഹാ കാനത് തഅമലു ബിയദിഹാ വതുഹിബ്ബു സദഖ, ഒന്നും കൊടുക്കാല്ലെങ്കിലും കൈകൊണ്ട് വല്ലതും ഉണ്ടാക്കി അത് ദാനം ചെയ്യുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു. മഹാനായ സഅദ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖിൻസിലെ ഗവർണറായിരിക്കുന്ന കാലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ പോകുന്നൊരു രംഗമുണ്ട്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നമ്മുടെ മനസ്സിൽ ഹൃദയസ്പൃക്കാവുന്നൊരു ചരിത്രമാണ്. ഭരണത്തിനു വേണ്ടി അടികൂടുന്ന, ആരാകണം നേതാവ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലേ, ഭരണത്തിനു വേണ്ടി അടികൂടുന്ന ഒരു സമയമാണ്. ഞാനാകാം എന്ന് ഹിൻസിലെ ഗവർണറാകാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം സഈദ് ഇബ്നു അദിയെ കൊണ്ടുവന്നു, വിളിച്ചു, വരാൻ പറഞ്ഞു. അദ്ദേഹം കരഞ്ഞു എന്നാണ്, ഏറ്റെടുത്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കോപാകുലനായി. ഈ വലിയ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിങ്ങളൊക്കെ പിന്മാറുകയാണോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നിർബന്ധിതനായി അത് ഏറ്റെടുക്കുകയാണ്. സഹോദരങ്ങൾ, ഒരു ഗവർണറായി, ഒരു അമീറായി, ഒരു നാട്ടിൽ നിൽക്കുന്ന ഒരു അമീർ, വജാഅ റഹത്തുൻ ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹിൻസിൽ നിന്ന് പിന്നീട് ഒരു ചെറിയ സംഘം ആളുകൾ വന്നു. എന്തിനാ വന്നത്? അവരുടെ നാട്ടിലെ പ്രയാസങ്ങൾ പറയാനാണ്, വിഷമങ്ങൾ പറയാനാണ്. ആ വിഷമങ്ങൾ പറയാൻ വേണ്ടി വന്ന ആളുകൾ ഒരു ലിസ്റ്റ് എടുത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. സുഹൃത്തുക്കളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കണ്ണുകൾ ആ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പം നിറയാണ്. കാരണം കുറെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഈ സയ്യിദ് ആരാണ് എന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ അമീറിനെ കുറിച്ചാണ് ഞങ്ങൾ എഴുതിയത്. ആ നാട്ടിലെ ഏറ്റവും വലിയ ദാരിദ്ര്യരുടെ ലിസ്റ്റിലായിരുന്നു അവരുടെ അമീറിൻ്റെ പേര് അവർ എഴുതിയത് എങ്കിൽ നോക്കണം നിങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കിഴിയെടുത്ത് അല്പം സ്വർണ്ണ നാണയങ്ങൾ ഇട്ട് കെട്ടി കൊടുത്തയച്ചു. ഹിംസിലെത്തിയ ഈ ആളുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ വിചാരിച്ചു ഇദ്ദേഹം സന്തോഷിക്കും എന്ന്. തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കരഞ്ഞു. ഈ കിഴി കണ്ടപ്പോൾ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ സന്തോഷിച്ചു. അവർ പറഞ്ഞു, നാളെ മുതൽ സഈദിൻ്റെ വീട്ടിൽ അടുപ്പ് കത്തും, ഭക്ഷണമുണ്ടാകും, ഇതുവരെ ആരും വേലക്ക് നിൽക്കാത്ത വീട്ടിൽ വേലക്കാരുണ്ടാകും. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലുണ്ടായിരുന്ന നമ്മൾ ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കുമെന്ന് കരുതിയ സഈദിൻ്റെ ഭാര്യയോട് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തായിരുന്നു സഈദിന് ചോദിക്കാനുണ്ടായിരുന്നത്. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലാഹുവിന് നല്ലൊരു കടം കൊടുക്കാൻ നിങ്ങളിൽ ആരാണുള്ളത് എന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തോതി. സഈദ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആയത്തോതിയപ്പോൾ ആ മുഴുവൻ നാണയങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ആ ഭാര്യ സമ്മതിച്ചു. വൈകുന്നേരമാവുമ്പോഴേക്ക് തൻ്റെ നാട്ടിലെ പാവപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ കൈകളിൽ ആ നാണയങ്ങൾ ഏൽപ്പിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ്
വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംതൃപ്തിയുണ്ട് സുഹൃത്തുക്കളെ. അതാണ് അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അവർ പഠിച്ച പാഠം അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം നൽകുന്നവർ അസ്സദഖത്തു തുത്ഫിഉ ഗദബർ റബ്ബ്, അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തുമെന്നാണ്. വതുത്ഫിഉൽ ഖതീഅ, അവൻ്റെ പാപങ്ങൾ അത് മായ്ച്ചു കളയുമെന്നാണ്. കമാ യുത്ഫിഉൽ മാഉൻ നാറ, ഒരു വെള്ളം തീയിലേക്ക് ഒഴിക്കുമ്പോൾ എത്ര എളുപ്പത്തോടെയാണ് തീ അണഞ്ഞു പോകുന്നത്, അതുപോലെ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വതക്കയുടെ മഹത്വം അതാണ്, സ്വതക്കയുടെ പ്രാധാന്യം അതാണ്. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട സ്വഹാബത്ത് എപ്രകാരം ജീവിച്ചു, അതുപോലെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിഹിതം നൽകുവാനും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നതിൽ കണക്ക് നോക്കാതെ നൽകുവാനും. റൂമ ആര് വാങ്ങി നൽകുമെന്ന് ചോദിച്ചപ്പോൾ ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞ് സ്വർഗത്തിന് പകരമായി റോമ കിണർ വാങ്ങി നൽകിയപ്പോൾ ജയ്ഷുൽ ഉസ്രയുടെ പ്രയാസത്തിന്റെ സൈന്യത്തെ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന സൈന്യത്തെ തയ്യാറാക്കാൻ ആര് നൽകുമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി തന്റെ മിമ്പറിൽ നിന്ന് താഴെറങ്ങുന്നതിന് മുമ്പ് 300 ഒട്ടകത്തെയും അതിൻ്റെ മുകളിലുള്ള സകല ധാന്യങ്ങളും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം നൽകി വീട്ടിലേക്ക് ഓടി. അവിടെ നിന്ന് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന 1000 ദീനാറ് പ്രവാചകന്റെ മടിയിൽ കൊണ്ടുപോയി ചൊരിഞ്ഞുകൊടുത്ത് ഇത് മതിയോ നബിയേ എന്ന് ചോദിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ ആമുർ റമാദയുണ്ടായി, വിശപ്പിന്റെയും പട്ടിണിയുടെയും കാലമുണ്ടായപ്പോൾ തൻ്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് വന്ന 400-ൽ പരം ഒട്ടകങ്ങളും അതിൻ്റെ മുകളിലുള്ള സകല സൗകര്യങ്ങളും മദീനയിലെ പണക്കാരും കച്ചവടക്കാരും വിലപേശിയപ്പോൾ നിങ്ങളുടെ വില മതിയായിട്ടില്ലെന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, എത്ര വില തന്നാലാണ് നീ ഇത് തരിക എന്ന് ചോദിച്ചപ്പോൾ മദീനയിലെ മുഴുവൻ ജനങ്ങൾക്കും വെറുതെ അത് സദഖയായി വിതരണം ചെയ്ത് അള്ളാഹു നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ലെന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് നമ്മുടെ നേതാവ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഇതൊരു പാഠമായി എടുക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരു ചെറിയ തുകയെങ്കിലും നൽകാൻ നമ്മൾ മനസ്സ് കാണിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി നമ്മൾ ചെലവഴിക്കുക. സുഹൃത്തുക്കളെ, ഈ പള്ളിയും ഇതിൻ്റെ പരിസരത്തുള്ള നമ്മുടെ മദ്രസയുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ഇവിടെയുള്ള പ്രവർത്തകരെ വെച്ച് എനിക്ക് പറയാൻ കഴിയും. പലപ്പോഴും എത്രത്തോളം അവരുടെ കൂടെ ഇതിൽ പങ്കുചേരാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അടക്കമുള്ള ആളുകൾ അതിൽ ആത്മാർത്ഥമായി ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. സുഹൃത്തുക്കളെ, ഇനിയും നമുക്കൊരുപാട് ആവശ്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മളൊക്കെ തന്നെയാണത് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാനും ധാരാളമായി ചെലവഴിക്കാനും ആത്മാർത്ഥമായി നിലകൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൻ്റെ 16 മുതൽ 19 വചനം വരെ വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങുകയും സുഹൂറിൻ്റെ സമയങ്ങളിൽ, അത്താഴത്തിൻ്റെ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുകയും വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹറൂം. ചോദിച്ച് വരുന്ന ആളുകൾക്ക് അവരുടെ വിഹിതങ്ങൾ മുടക്കാതെ നൽകുന്ന
ആളുകളാണ് എന്ന് വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. എന്ത് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നൽകിയാലും അള്ളാഹു അതിന് പകരമായി നമുക്ക് നൽകും എന്നാണ്. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആര് കടം കൊടുക്കാൻ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുണ്ടോ ഫയുദാഇഫഹു ലഹു, അള്ളാഹു അവനത് ഇരട്ടികളായി തിരിച്ചു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുഅ്മിൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽ ഒന്നാണ് ഒരു വിശ്വാസിയെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നത്. തക്ഷിഫു അൻഹു കുർബൻ, ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുക എന്നത്. ഔ തഖ്ദി അൻഹു ദൈനൻ, ഒരാളുടെ കടം വീട്ടിക്കൊടുക്കുക എന്നത്. ഔ തത്റുദു അൻഹു ജുഅൻ, ഒരാളുടെ വിശപ്പ് മാറ്റിക്കൊടുക്കുക എന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമദ് ദുനിയ ലിഅർബഅതി നഫർ, 4 ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് ഉപയോഗപ്പെടുത്തിയവർ, ഈ ദുനിയാവ് ന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിച്ചവർ. ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ ഫഹുവ യത്തഖി ഫീഹി റബ്ബഹ. അല്ലാഹു സമ്പത്ത് നൽകി, അതോടൊപ്പം തന്നെ അല്ലാഹു അറിവും നൽകി. ആ 2 വിഷയത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചവരാണവർ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസിലു ഫീഹി റഹിമ, അതോടൊപ്പം തൻ്റെ കുടുംബ ബന്ധം ചേർത്തവരും. വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട അവകാശങ്ങളെ തിരിച്ചറിഞ്ഞവരുമാണവർ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഞാൻ മദീനയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു വലിയ അത്ഭുതം ഞാൻ പലപ്പോഴും എൻ്റെ ഖുതുബകളിലൊക്കെ പറയാറുണ്ട്. മഹാനായ മദീനയിൽ ഒരു വലിയ പണക്കാരൻ, അദ്ദേഹം എല്ലാ അറബി മാസങ്ങളിലെയും ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം അദ്ദേഹം നേരിട്ട് വരും. മദീനയിലെ ഇൽമ് പഠിക്കുന്ന, ദീന് പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും അദ്ദേഹം വിളിച്ചു വിട്ടു. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ അത്ഭുതമാണ്. യൂസുഫ് അൽ ഉത്തൈർ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ടവറിൻ്റെ താഴെ മുഴുവൻ തുറന്നു കൊടുക്കും. ആയിരക്കണക്കിന് കുട്ടികൾ തിങ്ങി നിറഞ്ഞ് ആ വലിയ ടവറിൻ്റെ താഴെ നിൽക്കും. ഈ മനുഷ്യൻ നേരിട്ട് വരും. ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന് സേവകരായി, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാരായി. വലിയ പണക്കാരനാണ്. അദ്ദേഹം നേരിട്ട് വരും. അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് നേരിട്ട് ഒരു ലൈൻ ഇങ്ങനെ പുറത്തോട്ട് പോയി എല്ലാവരുടെ കയ്യിലേക്കൊരു എൻവലപ്പ് ഇങ്ങനെ കൊടുക്കും. എല്ലാ കുട്ടികൾക്കും മുടങ്ങാതെ ഇന്നും മദീനയിൽ ഓരോ മാസവും അദ്ദേഹം ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദാനമായി പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഹജ്ജിന് അദ്ദേഹം കൊണ്ടുപോകും. എല്ലാ വർഷവും ഹജ്ജിന് 100 കണക്കിന് കുട്ടികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ 5 ബസ്സുകൾ ജാമിഅയുടെ പരിസരത്ത് നിന്ന് ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഖൈമയിൽ ആ കുട്ടികളെ ഇറക്കും. നല്ല ആടും ഒട്ടകവും ഒക്കെ വെച്ച് നല്ല മന്തിയും ഭക്ഷണവും അദ്ദേഹം അവരെ കഴിപ്പിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്രകാരം അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കിയ, സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ഹലക്കകളുണ്ട് മദീനയിൽ. ആ ഹലക്കകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ മത്സരിക്കും. അത്രമേൽ സൗകര്യങ്ങളും സഹായങ്ങളും ആ മനുഷ്യൻ ആ കുട്ടികൾക്ക് കൊടുക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, ഇത് അള്ളാഹുവിൻ്റെ ദീനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നടക്കാൻ പോലും കഴിയാത്ത അദ്ദേഹം വീൽ ചെയറിൽ ഇന്നും വന്ന് അദ്ദേഹം അത് കൊടുക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്നത് പരലോകത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണത്.
ഒരു കുട്ടിക്ക് പോലും ലഭിക്കാതെ പോകരുത് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തും. സഹോദരങ്ങളെ, അപ്രകാരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മാതൃകയുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണക്കെത്തുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കണം. അവിടെ നിന്ന് രക്ഷപ്പെടണം. പ്രവാചക തിരുമേനിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ജീവിതത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തഖ്വയും ഈമാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഖുതുബ നടത്തിയ അംജദ് മദനി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനീനന് അവൻ്റെ ഖബർ വിശാലപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അവൻ്റെ മാതാപിതാക്കൾക്ക് അവനിലൂടെ ഇൻഷാ അള്ളാഹ് സ്വർഗത്തിൻ്റെ ഉന്നതകളിൽ ഒരു ഇടം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വല്യുപ്പമാർ, വല്യുമ്മമാർ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, ഉസ്താദുമാർ, അയൽപക്കങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകം ആളുകളുണ്ട്. എല്ലാ ദിവസവും നമ്മൾക്ക് മെസ്സേജുകളായി, അറിയിപ്പുകളായി, പല ഗ്രൂപ്പുകളിലും അല്ലാതെയും പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ അയക്കാറുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, കടമുള്ളവർ, ഒരുപാട് പല നിലക്ക് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ വിധത്തിലുമുള്ള സമാധാനവും അതേപോലെ തന്നെ സാമ്പത്തികമായ പ്രതിബദ്ധതയുമൊക്കെ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഷെൽട്ടർ ഇന്ത്യ പോലെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കമുള്ള ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ സ്വർഗത്തിലിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്യുന്ന, തെറ്റുകളിൽ വിഷമിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. عباد الله، أقم الصلاة.